എല്ലാവർക്കും നമസ്കാരം. ലൂസിഫർ എന്ന സിനിമയും അതിനുശേഷം ഇറങ്ങിയ എമ്പുരാൻ എന്ന സിനിമയുടെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് സിനിമകളിലുമൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് കണ്ടവരും ഒക്കെ അതിൻ്റെ നിരൂപണങ്ങൾ എഴുതിയിരിക്കുന്നതുമൊക്കെ പറഞ്ഞിരിക്കുന്നതും ലൂസിഫർ എന്ന് പറയുന്ന പിശാചിനെ അവിടെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് ദൈവത്തെ ആരാധിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഈ പിശാചിനെ ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് കിട്ടും എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് മാജിക്, അതായത് ഒരു സാത്താന്യ ആരാധനയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ആ സിനിമ കണ്ടവരും അതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങളിലുമൊക്കെ വായിക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതിനകത്ത് ആ ഒരു വ്യക്തി എഴുതിയിരിക്കുന്നതും അതിനകത്ത് കുറേ ദൈവവചനങ്ങൾ പറയുന്നുണ്ട്. ആ വചനങ്ങൾ പോലും തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ബൈബിളിനെക്കുറിച്ച് വലിയ ജ്ഞാനമോ അറിവോ ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗം പറഞ്ഞിട്ട്, അതായത് ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഒരെണ്ണം പറയാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് സത്യമായിരിക്കും, അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. അതേസമയം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിനകത്ത് 1-ാമത്തെ വാക്യത്തിനകത്ത് എന്താണ് പറഞ്ഞതെന്ന് ബൈബിൾ വായിച്ചിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകും. ഇവൻ പറയുന്നത് നുണയാണ്, ഇതാണ് ഇതിനകത്തെ സത്യം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇവർ എയിം ചെയ്യുന്നത് മെയിനായിട്ടും ആരെയാണ്? ഇതുപോലെയുള്ള സാത്താന്യ ആരാധനക്കാരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമ ഇറക്കുന്നവരും മെയിനായിട്ടും എയിം ചെയ്യുന്നത് ആരെയാണ്? ബൈബിൾ അറിയാൻ മേലാത്തവരെയാണ് അവർ മെയിനായിട്ടും എയിം ചെയ്യുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് പറയുവാൻ ഉള്ളത്, ആക്ച്വലി ഈ ലൂസിഫർ എന്ന് പറയുന്ന ഒരു വേർഡ് വിശുദ്ധ ബൈബിളിനകത്തില്ല. പിന്നെ എവിടെ നിന്നാണ് ഇത് വന്നത്? ഇതിനകത്ത് നമ്മൾക്കറിയാം, ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിനകത്ത് ഇങ്ങനൊരു വാക്യം കിടപ്പുണ്ട്. അരുണോദയപുത്രനായ ശുക്ര എന്നുള്ളൊരു വാക്ക് കിടപ്പുണ്ട്. അതായത് മോർണിംഗ് സ്റ്റാർ എന്നാണ് അതിനകത്ത് പറഞ്ഞത്. മോർണിംഗ് സ്റ്റാർ എന്നാണ് നമ്മളുടെ ഇംഗ്ലീഷ് വേർഷനകത്ത് കിടക്കുന്നത്. അതായത് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ പ്രഭാത നക്ഷത്രം എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രീക്ക് വേർഡെങ്ങാണ്ടാണ് ഈ ലൂസിഫർ എന്ന് പറയുന്നത്. അതിനെയാണ് എടുത്ത് പിശാചിനൊരു നാമകരണം കൊടുത്തിരിക്കുകയാണ്, ലൂസിഫർ. അതായത് പിശാചുക്കളുടെ തലവനെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ഒരിക്കലും ലൂസിഫർ എന്നുള്ളൊരു പദം അതിനകത്തില്ല. അപ്പോൾ ഈ ലൂസിഫർ എന്ന് പറയുന്ന, അതായത് ഈ പിശാചിൻ്റെ തലവൻ എന്ന് പറയുന്നവൻ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? അവൻ ഇന്ന് ലോകത്തിൽ വിരാജിക്കുന്നുണ്ടോ? ഇല്ല. അവൻ എവിടെയാണുള്ളത്? അവനെ ഇന്ന് അഗാധ ഗർഭത്തിനകത്ത്, എന്താ പറയുക, ആ ഒരു പാതാളത്തിനകത്ത് അവനെ ചങ്ങല കിട്ടിയിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അവൻ്റെ ഒരു പ്രസൻസ് ഒന്നും ഇന്നില്ല. പിന്നെ ഇവിടെ ഉള്ളതാരാണ്? അവൻ്റെ കുറച്ച് ഏജൻറ്റുമാരായ കുറച്ച് ഡൂക്കിലി പിശാചുക്കളാണ് ഇതിലെ കൂടെ കിടന്ന് കളിക്കുന്നതിനും അവന്മാരാണ് ഏതാണ്ടൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിശാചിനെ ആരാധിക്കാൻ നടക്കുന്നവർ വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പിശാചിൻ്റെ തലയെ തകർത്തു. അപ്പോൾ ഇപ്പോൾ നടക്കുന്നതൊക്കെ ബാക്കിയൊക്കെ എന്താണ്? ഇവൻ്റെ തല